എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കേട്ടോ. അപ്പം നമ്മുടെ ഇന്ന് സ്കൂളിൽ ഒരു കുഞ്ഞ് വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ സ്കൂളിലെ ക്രിസ്മസ് സെലിബ്രേഷനും കൂടെ നമ്മളിന്നൊരു ഫ്രൂട്ട്സ് ഡേ ഒക്കെ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇന്ന് സ്കൂളിലെ വിശേഷമായിട്ട് വീഡിയോ എടുത്തിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞിട്ട് രാവിലെ എല്ലാവരും നല്ല വൈറ്റും റെഡും ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാപ്പായുടെ കേപ്പൊക്കെ വെച്ചിട്ട് നല്ല സുന്ദരന്മാരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കുഞ്ഞുമക്കളെ കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒരുപോലത്തെ ഡ്രസ്സിൻ്റെ, അതായത് ഒരേ ഡ്രസ് കോർഡിനേഷനുള്ള കളറൊക്കെ ഇട്ടിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുമ്പോഴേ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ടല്ലേ. നല്ല രസമുണ്ടായിരുന്നു. നല്ല കുഞ്ഞോമനകളായിരുന്നു എല്ലാവരും. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഹായ് പറയാൻ വേണ്ടി പറഞ്ഞിട്ട് എല്ലാവരും ഹായ് പറയാണ് കേട്ടോ. അപ്പം ഇന്നെന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കൂടെ നമ്മൾ ഇന്നൊരു ഫ്രൂട്ട്സ് ഡേ സെലിബ്രേഷനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മക്കളോടും നമ്മളൊരു ഫ്രൂട്ട്സിൻ്റെ, അതായത് അവരുടെ ഫേവറേറ്റ് ഫ്രൂട്ടിൻ്റെ ഒരു ചിത്രം വരച്ച് കൊണ്ടുവന്ന് അതിന് കളറൊക്കെ അടിച്ചിട്ട് അതിൻ്റെ ഒരു 3-4 ലൈനൊക്കെ പഠിച്ചിട്ട് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കളെല്ലാവരും ഇത് LKG UKG ക്ലാസ്സിലെ മക്കളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 ക്ലാസ്സിലെ കുട്ടികളെയും കൂടി വെച്ചിട്ടാണ് ഇന്നൊരു ഫ്രൂട്ട്സ് ഡേയും അതുപോലെ തന്നെ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും നമ്മുടെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യില്ലേ, അപ്പോൾ നമ്മൾ അടിച്ച് പൊളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ക്ലാസ്സിലെ ഒരു പാരൻറ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം അതും കൂടി ഞാനൊന്ന് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ്. ആരായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ആക്കിയവർക്കൊരു അടിപൊളി താങ്ക്സ് പറയുന്നു. നമ്മുടെ ക്ലാസ്സിലത് തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്കൾ ഫ്രൂട്ടൊക്കെ നമ്മുടെ അടിപൊളി ഫ്രൂട്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ അല്ലേ. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ഇവരുടെ പാരൻസിനാണ് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. കാരണം നമ്മളിങ്ങനൊരു പ്രോഗ്രാം വെക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ അവർ എല്ലാത്തിനും സപ്പോർട്ടായിട്ടാണ്, നമ്മുടെ മക്കൾക്ക് സപ്പോർട്ടായിട്ട് നല്ല ഭംഗിയില്ല ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുമ്പം അതിനൊരു തീർത്തും വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് പാരൻസിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ അവരിതാ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തന്നെ മക്കൾക്കും അതൊരു സന്തോഷമാണ്. കാരണം ഒരു പുതിയൊരു അനുഭവം അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്. പുതിയൊരു അനുഭവം തന്നെയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പാരൻസിൻ്റെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് അവരുടെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കഴിവാണ് ശരിക്കും പാരൻറ്റിന് എന്ന് വെച്ചാൽ കുട്ടികളൊപ്പം തന്നെ ഇരുന്നിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും അവരുടെ ഒരു കഴിവും കൂടിയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് കുറച്ച് നല്ലൊരു പണിയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക് യു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാവരും ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ. കുട്ടികൾക്ക് ഓരോ ഫ്രൂട്ട്സിൻ്റെ കളർ എന്താണെന്നും അതുപോലെ തന്നെ വെറൈറ്റി ഫ്രൂട്ട്സ്, എത്ര തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ ഏതാണ് അതിൻ്റെയൊക്കെ ഷേപ്പ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ 2 ക്ലാസ്സിലെയും കുഞ്ഞുമക്കൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ ഈ ഫ്രൂട്ട്സ് കടയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഉള്ള ഒരു അനുഭവമാണ് നമുക്കിപ്പോൾ കാണുന്നത്. കാരണം വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന ഫ്രൂട്ട്സ് കൊണ്ടുവരണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും എല്ലാവരും അത് ഓർത്ത് വെച്ചുകൊണ്ട് പലതരത്തിലുള്ള ഫ്രൂട്ട്സ് നമുക്ക് നമ്മളെ കുഞ്ഞുമക്കളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മക്കൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ നമ്മൾ ചുമരിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. കൂടെ നമ്മൾ 2-3 ലൈൻ പഠിച്ചിട്ട് വരാൻ പറഞ്ഞത് മക്കളെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം കുഞ്ഞുമക്കളല്ലേ, അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ പറഞ്ഞിട്ട് പോയി. അതുപോലെ തന്നെ ഇനി നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ സ്നാക്കിൻ്റെ ടൈമിൽ മക്കൾക്ക് കൊടുക്കുക എന്നതാണ് മറ്റൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ എക്സാമും കൂടിയുണ്ട്, അതും കൂടി കഴിയണം. അപ്പം നമ്മൾ ടൈമൊക്കെ മാനേജ് ചെയ്തിട്ട് മക്കൾക്ക് അതായത് നമുക്ക് ഇന്ന് ചെയ്യാൻ തീരുമാനിച്ച കാര്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള സമയത്ത് ചെയ്ത് തീർക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ മക്കളെ കൊണ്ട് 2-3 ലൈനൊക്കെ പറയിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ മക്കളുടെ വോയിസ് ഞാൻ എന്തുകൊണ്ട് ഇടാഞ്ഞെന്ന് വെച്ചാൽ കുറച്ച് പുറമേ നിന്നുള്ള സൗണ്ടൊക്കെ വന്നത് കൊണ്ട് മാത്രമാണ് ഞാനത് ഇടാതിരുന്നത്. അപ്പോൾ നിങ്ങൾക്കതൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നിയേക്കാം. അതായത് മൈക്കില്ലാത്തത് കൊണ്ട് ചെറിയൊരു അവർ പറയുന്നത് ക്ലിയർ കുറവായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓൺ വോയിസ് ഇടുന്നത് കേട്ടോ. മക്കളൊക്കെ നല്ല അടിപൊളിയായിട്ട് പാരൻസ് പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമായിട്ട് പറഞ്ഞു എല്ലാവരും. അപ്പോൾ നമ്മൾ അതൊക്കെ പറഞ്ഞതിന് ശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു.
അപ്പോൾ നമ്മുടെ മക്കളോട് പറഞ്ഞു ക്ലാസ്സിലൊക്കെ പോയിട്ട് ഇരിക്കും, നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ ഡ്രോയിങ്ങിൻ്റെ എക്സാമും കൂടി നടത്താം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ചില ഫ്രൂട്ട്സ് റെയറായിട്ടായിരുന്നു കേട്ടോ, ചില ഫ്രൂട്ട്സ് ചെറുതായിരുന്നു. പക്ഷേ എന്നാലും നമുക്കൊരു ടാസ്ക് എന്ന് പറയുന്നത് എല്ലാ ഫ്രൂട്ട്സിൻ്റെയും, അതായത് ഈ കൊണ്ടുവന്ന എല്ലാ ഫ്രൂട്ട്സും മക്കൾക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ചില മാംഗോ അതുപോലെ തന്നെ സ്ട്രോബെറിയൊക്കെ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും നമ്മൾ എന്തായാലും നമ്മളെല്ലാവർക്കും കൊടുക്കണമല്ലോ. അപ്പം ചെറുതായിട്ടാണെങ്കിൽ ചെറുതായിട്ട് എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ടേസ്റ്റ് കുട്ടികളിൽ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക ഒരു അനുഭവമായിട്ട് നമുക്ക് തോന്നി കേട്ടോ. ഇത് ആപ്പിളും അതുപോലെ തന്നെ ബാക്കി എല്ലാ ഫ്രൂട്ട്സും കുറച്ചധികം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മറ്റുള്ള റെയറായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി. പിന്നെ നല്ല ഡിസൈനായിട്ടൊക്കെ കട്ട് ചെയ്ത് വെക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ടൈം കുറവായത് കൊണ്ടാണ് നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗിയിൽ നമ്മൾ കട്ടൊക്കെ ചെയ്തിട്ട് വെക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങും കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ടൈം തീരെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക നമ്മളൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മളിതാ മക്കളെ കൊണ്ടൊക്കെ ഓരോരാളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചിട്ട് നമ്മളിതാ വീണ്ടും നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കട്ട് ചെയ്യാൻ കുറച്ചൊരു പണിയാണ് കേട്ടോ. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് മക്കൾക്കൊക്കെ എല്ലാ ഫ്രൂട്ട്സും കറക്റ്റ് സമയത്ത് കൊടുക്കുകയും വേണം, അതുപോലെ തന്നെ എല്ലാ ഫ്രൂട്ട്സും നമുക്ക് എത്തിക്കുകയും വേണ്ടേ. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ചൊരു ടാസ്ക് ആയിരുന്നു. എങ്കിൽ പോലും നമുക്കും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയൊരു സ്കൂളുകളിൽ ഇങ്ങനെയൊരു ഫ്രൂട്ട്സ് ഡേ ഒക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ തീർത്തും കൗതുകകരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ്. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മാഷ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഷുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിരിക്കാം. Your vacation is starting today. Okay. After 10 days you have vacation. Then you come back. After this we are going to eat it. Your teachers are cutting the fruit there. Did you watch it? Kanditunda? Do you like fruits? What are the benefits you get from you eat fruits? Fruits like കിട്ടുന്നില്ല, നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? ഒരു ടേസ്റ്റ് മാത്രമാണ്. യെസ്, എന്താ പറഞ്ഞേ? നമ്മളെ പേരെന്നാ പഠിച്ചേ? സഞ്ജന. സഞ്ജന സെൻ ആരോഗ്യം, ഹെൽത്ത് അല്ലേ? എന്താ കിട്ടുക? ഹെൽത്ത്, സ്ട്രെങ്ത് ഫോർ റണ്ണിങ്, ജമ്പിങ് അല്ലേ? കിട്ടില്ലേ? ഫോർ പ്ലേയിങ് ലൈക്ക് ദാറ്റ്. യു eat fruits, you get പരിമിതില്ല. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് ഫ്രൂട്ട്സ് എല്ലാം കുറേ കഴിച്ചാല് ഇതാവും. പരിമിതില്ല, ഉഷാറായിട്ട് ഓടാം, ഉഷാറായിട്ട് കളിക്കാം അല്ലേ? ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത്. എല്ലാവരും ഫ്രൂട്ട്സ് ഇഷ്ടല്ലേ? Each of you likes different fruits അല്ലേ? What fruit do you like? Which fruit do you like? Mango. Aisa like mango. And which fruit do you like? Sanjana. Orange. Sanjana's favorite fruit is orange. Happy Christmas and Happy New Year in advance. Apple, 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 where are you? Apple, 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 where are you? Here I am, how do you do? Here I am, how do you do? Another fruit. Orange, 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 where are you? Orange, 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 where are you? Here I am, how do you do? Here I am, how do you do? Another fruit.
അപ്പോൾ നമ്മുടെ മാഷി വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് നല്ലൊരു പാട്ടും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ കുറച്ചുകൂടി എൻജോയബിളായിട്ട് കുട്ടികൾക്ക് അത് തോന്നി. അപ്പം ആ സമയത്ത് നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് മക്കൾക്ക് കൊടുത്തു കേട്ടോ. അപ്പം നമ്മൾ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ ഉച്ചയ്ക്ക് ശേഷമുള്ള ടൈമാണ്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഡേ എല്ലാം നമ്മൾ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ, ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ മക്കളോട് കുറച്ച് എല്ലാവരോടും ക്യാപ്പൊക്കെ ഇടാൻ പറഞ്ഞു. 2-3 ക്രിസ്മസ് സാന്റായുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് മക്കളെയൊക്കെ നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ മക്കൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് നമ്മൾ അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അതാ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ തന്നെ മക്കളാകെ ത്രില്ലിംഗ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കേക്ക് കട്ടിങ് കൂടിയുണ്ട്. കേക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് എല്ലാ ക്ലാസ്സിലും പോയിട്ട് എല്ലാവരോടും ക്രിസ്മസിൻ്റെ വിഷ് ചെയ്യണം. അപ്പം ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ അങ്ങോട്ട് കഴിയും. പക്ഷേ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും അല്ലേ. അപ്പം എല്ലാ സ്കൂളിലും പൊതുവേ ഇപ്പം ക്രിസ്മസ് ഡേ സെലിബ്രേഷനൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് നാളായിട്ട് ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം കുട്ടികൾക്കും അതൊരു രസമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു തീർത്തുള്ളൊരു അനുഭവമാണ്. കാരണം നമ്മുടെ നാടുകളിലൊന്നും, അതായത് നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും ക്രിസ്മസ് ഡേ സെലിബ്രേഷനൊന്നും ഉണ്ടാവാറില്ല. ന്യൂ ഇയറിനൊരു കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ പോവാണ്. പിന്നെ നമ്മുടെ വെക്കേഷൻ്റെ സമയത്ത് നമ്മുടെ അയൽവക്കങ്ങളിലൊക്കെ അപ്പൂപ്പൻ്റെ ഡ്രസ്സൊക്കെ കെട്ടിയിട്ട് ചോക്ലേറ്റൊക്കെ കൊണ്ടുതരാൻ വേണ്ടി വരികയായിരുന്നു. ഇപ്പം നമ്മുടെ സ്കൂളുകളിലും അത് ആഘോഷിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലൊരു അനുഭവമാണ് എന്ന് തന്നെ പറയാം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ ശരിക്കും പറഞ്ഞാൽ അവരുടെ മനസ്സത് എപ്പോഴും പഠിത്തം മാത്രം എന്നതിലുപരി ചില ആഘോഷങ്ങൾ നമ്മുടെ നാടുകളിൽ, അല്ലെങ്കിൽ നമ്മളെ നാടുകളിൽ വരുമ്പം ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ആഘോഷിക്കാൻ, അല്ലെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ കുട്ടികൾക്ക് പറ്റുക എന്നത് ചെറിയൊരു കാര്യമല്ല. അവർക്ക് തീർത്തും എന്താ പറയുക, വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവം തന്നെയായിരിക്കും. ശരിക്കും അവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. അപ്പോൾ നമ്മുടെ നൈന ടേസ്റ്റ് കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. കേക്കൊക്കെ കട്ട് ചെയ്ത് മക്കൾക്കെല്ലാം കൊടുക്കണം. അപ്പോൾ കേക്ക് കണ്ടപ്പോൾ നമ്മളെല്ലാം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം, അതായത് കുഞ്ഞുമക്കളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്മസ് കേക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. അപ്പോൾ കേക്കൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു. നമ്മളെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് ഒരു നല്ലൊരു കളിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വിശക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മക്കൾക്കെല്ലാം ഓരോ പീസ് കേക്കൊക്കെ കൊടുത്ത് അവരുടെ വെക്കേഷൻ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ആയിട്ട് ചെയ്തിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് വിഷ് ചെയ്ത് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ലാ മക്കൾക്കും കേക്കൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കഴിച്ച് വയറ് നിറച്ച് നമ്മളിതാ വീണ്ടും ഓരോ ക്ലാസ്സിലേക്ക് നമ്മൾ ക്രിസ്മസ് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത്. അപ്പം നമ്മുടെ വലിയ മക്കളുടെ ക്ലാസ്സിലെ ക്രിസ്മസ് സെലിബ്രേഷൻ എന്ന് പറയുന്നത് നാളെയാണ്. അപ്പം നാളെ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പുൽക്കൂടൊക്കെ മാഷ് ഉണ്ടാക്കുന്നുണ്ട്. പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അവരും ക്രിസ്മസ് ഡേ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ KG ക്ലാസ്സിലെ കുട്ടികളുടെ വെക്കേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം എന്തായാലും അവരെ നല്ല അടിപൊളിയായിട്ട്, നല്ല ഫ്രഷ് മൈൻഡായിട്ട് അടിപൊളിയായിട്ട് ആഘോഷിച്ച് വിടാലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നമ്മൾ പാട്ടൊക്കെ വെച്ചതാ, നമ്മുടെ സാന്റാക്ലോസിൻ്റെ പാട്ടൊക്കെ വെച്ച്, അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ട് നമ്മളത് ആ ഓരോ ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വലിയ മക്കൾക്കും ഭയങ്കര സന്തോഷമായി. നമ്മളങ്ങനെ ഓരോ ക്ലാസ്സുകളിൽ കയറി ഇറങ്ങി എല്ലാവരോടും ക്രിസ്മസ് വിഷൊക്കെ ചെയ്തിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മാത്രമല്ല എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും വേണ്ടി മറക്കരുത്. പിന്നെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ നമ്മുടെ വില്ല കുട്ടികളുടെ ക്ലാസ്സിലെ ക്രിസ്മസ് ഡേ സെലിബ്രേഷൻ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസ് നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. മറ്റൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമലും വിടന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാവല്യമായി സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ